മെഡോസിനെ കുറിച്ച് ഞാൻ നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതുവരെ തന്നതെങ്കിലും ഈ ബോട്ടിങ്ങിനെ പറ്റി എനിക്ക് അത്ര നല്ല ഫീഡ്ബാക്ക് അല്ല കേട്ടോ. ലോകത്തിലെ ഏക അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ഈ പാലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യത്തെ പ്രത്യേകത പറയാം, ഈ താഴെ നെറ്റായിട്ട് കണ്ടേക്കുന്ന ഇവിടെ രാമായണം വായിക്കാനുള്ള സ്ഥലമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിളിന്റെ ശില്പം ഇതിനകത്തുണ്ട്. അതുപോലെ മുസ്ലിമുകൾക്ക് നടത്തുന്നത് മീനിന്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടൻ മീനുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കേട്ടോ. നല്ല വലിപ്പം, വളരെ ആവേശത്തോടെ ചാടിയിറങ്ങിയ ചോണൂട്ടൻ കയ്യെ ചെളിയാവുമെന്ന് അറിഞ്ഞപ്പോൾ പെതുക്കെ പിന്മാറി. അത്യാവശ്യം പഴയ ഒരു 90s ഒരു നൊസ്റ്റാൾജിക്കൽ ഫീൽ. ഇതാണ് ഇവർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമന്റെ ശില എന്ന് പറയുന്നത്. നമസ്കാരം ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് സ്റ്റാറുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുറേ നാളുകൾ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്, കോട്ടയത്തുള്ള മാംഗോ മെഡോസ് എന്ന്. ഇന്ന് ഏതായാലും ഒരു ഓഫ് കിട്ടി, നമ്മളെല്ലാവരും കൂടെ ഫുൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ് മാംഗോ മെഡോസ് കാണാൻ. ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടറിവാണോ യഥാർത്ഥമെന്ന് അറിയാം. ഏതായാലും നമുക്ക് അകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എൻട്രൻസിൽ തന്നെ മാനേജ്മെൻറ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു ബോർഡ് നമ്മുടെ ഉള്ളിലെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കും കേട്ടോ. ഏതായാലും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കാണുക എന്താണെന്ന്. നമ്മൾ അകത്തേക്ക് പോവാണ്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ലോട്ടും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ വണ്ടിയും കൊണ്ട് വന്നാലും ഇവിടെ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും വരുമെന്ന് പേടിക്കണ്ട. ഭാഗത്തോട്ട് വന്നപ്പോഴാണേലും എല്ലാം 2 വീലറിന് പ്രത്യേകം 4 വീലറിന് പ്രത്യേകം ലോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളെ കാത്ത് ടിക്കറ്റ് എടുത്ത് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ 350 രൂപയും അതുപോലെ തന്നെ ഹോളിഡേയ്സിൽ 400 രൂപയാണ്. ഏതായാലും നമുക്ക് അകത്തേക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ യാത്ര തുടങ്ങുന്ന ഇവിടുന്ന് നമുക്കൊരു ബ്രീഫിംഗ് ഒക്കെ തരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇവിടുത്തെ ഗൈഡ് ഉണ്ട്. ഗൈഡ് നമ്മളെ കൊണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. മീനൂട്ടിനെ പറ്റി ചെറിയൊരു ഐതിഹ്യമുണ്ട്. ഭാരതീയ ആചാരങ്ങൾ വിശ്വാസങ്ങൾ പ്രകാരം മീനൂട്ട് എന്ന് പറയുന്നത് പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാമത്തെ അവതാരമാണ്. ഏതായാലും മച്ചാന്മാരെ, നമ്മുടെ ബ്രീഫിംഗ് ആണെങ്കിലും അതുപോലെ ഗൈഡിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു പാർക്കായിട്ടാണെന്ന്. അപ്പൊ നമുക്ക് ഏതായാലും മീനൂട്ട് പാലത്തിലോട്ട് കടക്കാം. ഈ പാലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യത്തെ പ്രത്യേകത പറയാം, ഈ താഴെ നെറ്റായിട്ട് കണ്ടേക്കുന്നുണ്ടോ, സർക്കിളിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്തേക്കല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1 രൂപ കോയിൻ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷീറ്റാണ് ഇവിടെ വിരിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ അടിപൊളി രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കാണുന്നത് നമുക്ക് മീനൂട്ട് നടത്താനുള്ളത്. മേളില് വിദേശികളും എല്ലാം വരുവാണെങ്കിൽ സൺബാത്ത് നടത്താനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. ഏതായാലും നമ്മുടെ എത്തേറുവാവയും ചോണൂട്ടനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ യാത്ര. ചോണൂട്ടനാണ് നമ്മുടെ ഗ്രൂപ്പിൽ മീനൂട്ടിന് മുൻകൈ എടുത്ത് നടത്തുന്നത്. മീനിന്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടൻ മീനുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കേട്ടോ. നല്ല വലിപ്പമുള്ള വലിപ്പമുള്ള മീനുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ മറ്റേ നമ്മൾ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം ഏതായാലും ഈ ക്ലേ മോൾഡിങ് പോലെ പോട്രി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പം ഷോണൂട്ടനും അമ്മയ്ക്കും അതൊക്കെ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അവരവിടെ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷാപ്പിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും അവർ ഉണ്ടാക്കുന്ന പോയി കണ്ടിട്ട് വരാം. വളരെ ആവേശത്തോടെ ചാടിയിറങ്ങിയ ചോണൂട്ടൻ കയ്യെ ചെളിയാവുമെന്ന് അറിഞ്ഞപ്പോൾ പെതുക്കെ പിന്മാറി കേട്ടോ. ഏതായാലും അമ്മ രണ്ടും കൽപ്പിച്ചാണ്. അമ്മ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, ശരിയാവുമോ എന്തോ. ആ ചേട്ടൻ സഹായിക്കുന്നതുകൊണ്ട് ശരിയാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം മച്ചന്മാരെ, ഇതാണ് നമ്മുടെ സാധനം കേട്ടോ, ഉണ്ടാക്കിയ സാധനം. ആ പുള്ളിക്കാരൻ്റെ ഒരു കഴിവിലാണ് ഇത് ഉണ്ടായി വന്നേക്കുന്നത്. ഇതിവിടെ ഉണങ്ങാൻ വെച്ചേക്കാണ്. അവസാനം പോകുന്നതിന് മുമ്പ് നമുക്കത് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അവിടുന്ന് നമ്മൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് പിള്ളേരുടെ ഇൻഡോർ പ്ലേ ഏരിയയിലേക്കാണ്. മാംഗോ മെഡോസ് വിസിറ്റ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഒക്കെ ഇനിയും പറയാൻ പോകുന്ന ഒരു കമന്റ് ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ല ഇവിടുത്തെ കയറാനുള്ള ഓർഡർന്ന്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഓർഡർ ഒന്നും നോക്കി കയറാൻ നമുക്ക് ഒക്കത്തില്ല കേട്ടോ. ഏതായാലും ടിക്കറ്റിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കുറച്ച് ഫ്രീ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഷൂട്ടിങ്, ആർച്ചറി ഒക്കെ. ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഷോണൂട്ടനും ഒരു ആഗ്രഹം. അങ്ങനെ മമ്മയും ഷോണൂട്ടനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആർച്ചറിയുടെയും തൊട്ടപ്പുറത്തുണ്ട്. അത് ചെയ്തില്ല ഞങ്ങൾ. ഇവിടെ ഏലക്കാട് എന്ന് പറഞ്ഞൊരു കാർഡമം പ്ലാന്റേഷന്റെ ഒരു ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട്, കഴിക്കാൻ സമയമായതുകൊണ്ട് നമ്മൾ പോവാണ്. കണ്ടോ, ഏലമൊക്കെ ഒരു മാതൃകയിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ മേളിൽ കാണുന്നത് തേയിലത്തോട്ടത്തിന്റെ ഒരു മോഡലാണ്. അവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും മേളിൽ നിന്ന്. പഴമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ജലചക്രം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് പാടത്തൊക്കെ വെള്ളം തേകാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുമ്പിലായിട്ട് കുറച്ച് ഞാറൊക്കെ നട്ട് ആ ഒരു പാടത്തിന്റെ ആംബിയൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരു ഞാറൊക്കെ നട്ട് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഏതായാലും നമുക്ക് ജലചക്രം ഒന്ന് കറക്കി നോക്കാം. ക്യാമറ കയ്യിലിരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ മിക്കവാറും ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് പങ്കെടുക്കാൻ ഒക്കത്തില്ല. മമ്മയാണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കയറ്റി വിടുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടപ്പം എളുപ്പമാണെന്ന് കരുതി ചാടിക്കേറി ഇരുന്നതാ. ഇച്ചിരി പാടാണെന്ന് ഇരുന്ന് ചവിട്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായി. അപ്പൊ അതേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിന്റെ എൻട്രൻസ്. അതുകൊണ്ട് മമ്മയും ഷോണൂട്ടനും സിംഹത്തിന്റെ പല്ലെ പിടിച്ച് കളിക്കുന്നുണ്ട്. സിംഹത്തിന്റെ പല്ല് പറിക്കില്ലേ ഷോണൂട്ട? പല്ല് പറിക്കില്ലേ, പിന്നെ അതിനൊന്നും തിന്നാൻ ഒക്കത്തില്ല. പാർക്കിലൊക്കെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ അലൗഡ് ഉള്ളൂ. ഓരോ റൈഡിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് നോക്കടേ മീനി, മീമി ഇങ്ങോട്ട് നോക്കടേ ഷോൺ മീമി. ഏതായാലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. എല്ലാ റൈഡിലും കയറി ഷോണൂട്ടൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ബാലരമയുടെ തീമിലായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിൽ കയറുമ്പോഴത്തേക്കിനും ഒരു അത്യാവശ്യം പഴയ ഒരു 90s ഒരു നൊസ്റ്റാൾജിക്കൽ ഫീൽ ഒക്കെ കിട്ടും. അന്നത്തെ എന്റർടൈൻമെന്റിന്റെ, കുട്ടികളുടെ എന്റർടൈൻമെന്റിന്റെ ഒരു പ്രധാന ഘടകമായിരുന്ന ബാലരമയുടെ തീമിലായതുകൊണ്ട്. നമ്മളിപ്പോ വന്നേക്കുന്നത് ഈ ഒരു പരശുരാമന്റെ ശില ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമന്റെ ശിലയാണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതെ, ഇതുപോലെ ഒരു തടിയുടെ പാലം പോലെ ഒരു പാലത്തെ കൂടെ കയറി 2 സൈഡിലും ഇതുപോലെ തടാകം പോലൊക്കെ ഉണ്ടാക്കി വെച്ച് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതാണ് ഇവർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമന്റെ ശില എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പരശുരാമനെ പറ്റി അറിയാലോ, കേരളം അദ്ദേഹം മഴുവെറിഞ്ഞുണ്ടാക്കിയതാണെന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക്. നമ്മുടെ പരശുരാമന്റെ ശിലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ തത്വമസി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രം കുളം പോലെ, ഒരു കാവ് പോലൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. തുളസിത്തറയുടെ മോഡലൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മീൻ കൂട്ടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതൊരു ക്ഷേത്രക്കുളത്തിന്റെ പടകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഇരിക്കാനും മീൻ കൂട്ടാനുള്ള ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് എടുത്ത് മീനെ കൂട്ടാം. നമ്മുടെ അടുത്തേക്ക് ഒത്തിരി പേര് വരുന്നില്ല, പക്ഷെ അവിടൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇട്ട് നോക്കാം ഫുഡ്. കണ്ടോ ഈ വഴി നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോഴേ ഇവിടെ ഒരു കാവൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കണ്ടോ, ഇവിടെ ഉള്ള എന്തൊക്കെ മരങ്ങളുണ്ടോ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം ബോർഡുകൾ കാണാൻ. ദയവായി പൂക്കൾ, ഫലങ്ങൾ, ഇലകൾ ഇവ പറിക്കുകയോ ചെടികളിൽ തൊടുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കാവിന്റെ ഒരു മാതൃക എന്നല്ല, ഇവിടെ വിളക്ക് കത്തിക്കലും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാവ് പുനഃസൃഷ്ടിച്ചേക്കുന്നതാണ്. ഈ കാവിലുണ്ടാകുന്ന സസ്യങ്ങൾ അല്ല ചെടികളെല്ലാം ഇതിനകത്ത് ഇവർ ഉൾക്കൊള്ളിച്ച് ഒരു കാവ് റീക്രിയേറ്റ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു സർപ്പക്കാവാണ്. ലോകത്തിലെ ലോകത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത സർപ്പക്കാവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്പക്കാവിനകത്ത് എന്തൊക്കെ വേണോ ആ മരങ്ങളും ചെടികളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഇവിടെ ഒരു സർപ്പക്കാവ് റീക്രിയേറ്റ് ചെയ്തേക്കാണ്. ഒരു പക്ഷെങ്കിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ തലമുറകൾക്ക് ഇനി വരുന്ന തലമുറകൾക്ക് അറിയാത്ത ഒരു സാധനമാണ്. അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ടും ഒക്കെ ആയിട്ട് ഇത് ഉപകരിക്കും. ഈ സർപ്പക്കാവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രാമായണമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് വായിക്കുന്നവർ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് പോകണമെന്ന് ബോർഡൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മതമൊന്നും എടുത്തു പറയല്ല. ഇവിടെ രാമായണം വായിക്കാനുള്ള സ്ഥലമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിളിന്റെ ശില്പം ഇതിനകത്തുണ്ട്. അതുപോലെ മുസ്ലിമുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി പോലൊരു ചെറുത് പണിഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ ഒരു കാര്യമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ആഗ്രോ തീം പാർക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ പൗരാണികതയെ പിടിച്ചുകൊണ്ടുള്ള ഒരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ. ഏതായാലും നല്ലൊരു ആംബിയൻസ് ആണ്. അത് ഈ വേരൊക്കെ കിളിച്ചേക്കുന്നുണ്ടോ. ഓരോ ടൈപ്പ് ആലുകളായതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവായുവാണ്. ഇതിൻ്റെ അകത്തൂടെ നടന്നാൽ ഒന്നും ക്ഷീണം അറിയത്തില്ല. ഈ ഉച്ച സമയമായിട്ടും നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഓരോ വില്ലാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതിമരമില്ലേ, ജാതിമരത്തിന്റെ ഒരു തോട്ടം പോലാണ്. അതിന്റെ നടുക്കൂടാണ് നമ്മൾ നടന്നു പോകുന്നത് തന്നെ. ഈ കോട്ടേജിന്റെ പേരും നട്ട്മക് കോട്ടേജ് എന്നാണ് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടികളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇലക്ട്രിക്കൽ വണ്ടിയാണ്. ട്രെയിൻ പോലാണേലും ബസ്സിന്റെ മോഡലുകളാണേലും എല്ലാം ഇലക്ട്രിക്കൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രകൃതിക്ക് അധികം ദോഷം വരാത്ത രീതിയിലാണ് ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്.
ഇപ്പൊ കണ്ടാലറിയാം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പൊ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനിയും ഷിക്കാര ബോട്ടിങ്ങിന്റെ അത് കൂടെ ചേർത്താണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പൊ ഷിക്കാര ബോട്ടിങ്ങിന്റെ സ്ഥലത്തേക്ക് പോവാട്ടോ. അവരെല്ലാം അങ്ങോട്ട് പോയി. ഞാനിങ്ങനെ കറങ്ങി നടന്ന് ഓരോന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടേക്ക് പോവാം. ഇവിടെ ബോർഡുണ്ട്, നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. ഷിക്കാര ബോട്ട് അങ്ങോട്ട് പോകാം. ഈ വഞ്ചി പോലെ ഉണ്ടാക്കിയേക്കുന്നതിനകത്ത് 4 മരമാണ് നട്ടേക്കുന്നത്. 4 പാലുള്ള മരമാണ്. ആയുർവേദത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ള മരങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വഞ്ചിക്ക് 4 വഞ്ചി എന്ന് ഇട്ടേക്കുന്ന പേര് കേട്ടോ. ഈ 4 വഞ്ചിയോട് ചേർന്ന് തന്നെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി വാലന്റൈൻസ് ഗാർഡൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് ദേ ഈ ഒരു ശില്പം ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് കയറി പോകാൻ നോക്കുന്നതും 2 പേര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ശില്പമുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്ന അനുസരിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കാണിക്കുന്ന ഒരു ശില്പമാണ്. ഇവിടുത്തെ ഓരോ ശില്പത്തിന്റെ പുറകിലും ഓരോ കോൺസെപ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഇവിടുത്തെ ഷിക്കാര ബോട്ടിങ്ങിനാണ് കേട്ടോ. 100 രൂപ വെച്ച് പെർ ഹെഡ്. എല്ലാവർക്കും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. മറ്റേ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. വലിയ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. എസ്തേർവാവെ നമ്മുടെ ഈ യാത്രയിലെ ഓരോ കാഴ്ചകളും ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു ഷിക്കാര ബോട്ട് വരാനായിട്ട്. കാരണം 2 ബോട്ടേ ഉള്ളൂ. അത് പോയിട്ട് വന്നിട്ട് വേണം അടുത്ത റൈഡിന് കൊണ്ടുപോകാനായിട്ട്. ആ ഷിക്കാര ബോട്ട് വരുന്നതും അത് തിരിക്കുന്നതും ഒക്കെ സ്ഥിരകാഴ്ചയല്ലാത്തതുകൊണ്ടായിരിക്കണം നമുക്കൊരു പ്രത്യേക കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ഊഴമായിരിക്കുന്നു ബോട്ടിങ്ങിന്. എല്ലാവരും ബോട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോലെ മാംഗോ മെഡോസിനെ കുറിച്ച് ഞാൻ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് ഇതുവരെ തന്നതെങ്കിലും ഈ ബോട്ടിങ്ങിനെ പറ്റി എനിക്ക് അത്ര നല്ല ഫീഡ്ബാക്ക് അല്ല കേട്ടോ. അതൊരു വർത്ത്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു. 700 രൂപയ്ക്ക് ഒരു 5 മിനിറ്റുള്ള കറക്കം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് നമുക്ക് പിന്നെയും സഹിക്കാം. നമ്മുടെ പാടശേഖരങ്ങളുണ്ട് ഒരു സൈഡില്. ഈ മട വീഴാതിരിക്കാൻ ബണ്ട് കെട്ടിയേക്കുന്നത് കൊണ്ട് നമ്മുടെ ഷിക്കാര ബോട്ടിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബണ്ടിനെക്കാട്ടി താഴെ ആയതുകൊണ്ടും നമുക്ക് പാടശേഖരങ്ങളിലെ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഷിക്കാര ബോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാഴ്ചകൾ എൻജോയ് ചെയ്യാനും പറ്റുന്നതല്ല കേട്ടോ. പിന്നെ ടിക്കറ്റ് റേറ്റും അല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. കാരണം സാമ്പ്രാണിക്കൊടിയിലൊക്കെ പോകുമ്പോൾ ഷിക്കാര ബോട്ട് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ പോകുന്നതിന് 200 രൂപയെ മേടിക്കാറുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി ഓവർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് വർത്ത്ഫുൾ അല്ലെന്ന് തോന്നിയത് ഈ ഒരു ഷിക്കാര ബോട്ടിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻജോയ് ചെയ്തു. ഈ ചേട്ടനാണ് നമ്മുടെ ബോട്ടിന്റെ സാരഥി. അപ്പൊ ഇവിടെ ഡയറക്ടേഴ്സ് ഹാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡയറക്ടറിന്റെ കൈയുടെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ച് അതിന്റെ അകത്ത് ഇതൊരു ഫലവൃക്ഷമൊന്നുമല്ല എങ്കിലും ഈ ഒരു വൃക്ഷം ഗൈഡ് പറഞ്ഞു തന്നതനുസരിച്ച് ഒന്നും പാഴ്മരം എന്ന് പറയാനില്ല. ഏതൊരു മരമാണേലും ഈ ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു തീമിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് ഈ ചീനവലയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ വലയൊന്നുമില്ല. എന്നാലും ആ ഒരു മാതൃകയൊക്കെ മോഡലൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചിയുടെയും പെഡൽ ബോട്ടിന്റെ ഒക്കെ സെക്ഷൻ ഇവിടാണ്. കൊട്ടവഞ്ചി സവാരി നമ്മുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ഫ്രീ ആണ്. നമ്മൾ തന്നെ തുഴയണം. പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ട എല്ലാം സേഫ്റ്റി മെഷേഴ്സ് നോക്കി തന്നെയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഏതായാലും ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഫിഷിംഗ് സ്പോട്ട് ഉണ്ട്. അതിന്റെ മേളിലായിട്ട് ബേർഡ് വാച്ചിങ്ങിനായിട്ടുള്ള സ്ഥലമാണ്. ഏതായാലും നമുക്ക് മേളിലൊന്ന് കയറി നോക്കാം. ഏതായാലും ബേർഡ് വാച്ചിങ്ങിനുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത്. എങ്കിൽ ഇവിടുന്ന് കണ്ടെത്താ ദൂരത്ത് പാടം, നെൽവയലുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മുമ്പേ നമ്മൾ ഷിക്കാര ബോട്ട് യാത്ര ചെയ്തായിരുന്നു. അതുപോലെ ആ ഷിക്കാര ബോട്ട് പോകുന്ന ചാല ഇത് കേട്ടോ. ഇത് ആ ബോട്ടല്ല, ഇത് വലിയ ബോട്ടാണ്. കൂടുതൽ ആൾക്കാരെ കയറുന്ന വലിയ ബോട്ടാണ്. നമ്മൾ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ പോയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ മേളിൽ പിൻ ചെയ്യാം. ആ വീഡിയോയിലെ പോലെ കണ്ണെത്താ ദൂരത്ത് അങ്ങേ അറ്റം വരെ നെൽപ്പാടങ്ങളും അങ്ങ് അകലെ കുറെ തെങ്ങിൻ തോപ്പുകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കുറെ ഉണ്ട് മറ്റേ കാണാനൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ഗൈഡിന്റെ കൂടെ പോയപ്പോഴേ ഇവിടെ ഒരു സ്ഥലം ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇവിടെ ഒരു കലാകാരൻ ഫ്ലൂട്ട് വായിക്കുന്നതിന് നല്ല രസം ഉണ്ടായിരുന്നു. അതായത് അവിടെ പോയി ആ കാഴ്ചകളോട് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ചങ്ങായിമാരെ, ഈ കാണുന്നതാണ് ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞ ഇതൊരു ആദാമിന്റെ ഹവ്വയുടെയും അല്ലെങ്കിൽ ശില്പമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ ഫലത്തിന്റെ പഴം കഴിപ്പിക്കുന്നതിൻ്റെയൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. സീസൺ അനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഇവർ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അങ്ങോട്ട് ഫലവൃക്ഷങ്ങളാണ് ഈഡൻ ഗാർഡൻ മൊത്തം.
ഏതൻ ഗാർഡൻ്റെ അകത്ത് 174 വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കാണും, ഇതുണ്ട്. ഇവിടെ അക്വേറിയം എന്ന് പറഞ്ഞൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മീനൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു അക്വേറിയം വലിയ അക്വേറിയം എന്നുള്ള പ്രതീക്ഷ കയറാൻ ഒക്കത്തില്ല. ഏതായാലും ഞാൻ അകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കും. ഈ കാണുന്ന അലിഗേറ്റർ ഗാറാണ് കേട്ടോ. അലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞ മീനാണ്. ഇതെല്ലാം മോൺസ്റ്റർ ഫിഷിനെ അടങ്ങിയ ഒരു ടാങ്കാണ്. അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, വലിപ്പമുള്ള നല്ല മീനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം മോൺസ്റ്റർ ഫിഷസ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പേര് കറക്റ്റ് അറിയത്തില്ല. ക്യാറ്റ് ഫിഷ് ഇനത്തിൽപ്പെട്ട റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ആണെന്നുള്ളത്. ഇത് മോൺസ്റ്റർ ഫിഷ് ഇനത്തിൽ പെടുന്നതാണ്. ഈ ഫിഷ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും, പക്ഷേ ഇതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതാണ് ഇവിടെ അടുത്തൊരു അട്രാക്ഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിളിന്റെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തുറന്ന ബൈബിളിന്റെ ഒരു ശില്പം. ഇവിടെ ബൈബിളിൽ പറയുന്ന കുറെ ചെടികളും ഒക്കെ ആയിട്ട് ഇവിടെ നട്ടിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെയൊക്കെ റെഫറൻസസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ലില്ലി, അതുപോലെ വെള്ള ലില്ലി, അങ്ങനെ ഓരോന്നിന്റെ റെഫറൻസസ്, ഇവിടെ നട്ടേക്കുന്ന ചെടികളുടെ റെഫറൻസസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാംഗോ വിലാസം ടീ ഷോപ്പ് എന്ന് എഴുതി ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നാടൻ ചായക്കടയുടെ ഒരു മോഡലിലൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മള് സമയം പോയി, ഇപ്പൊ കയറുന്നില്ല, നമ്മൾ ഇവിടുന്ന് നീങ്ങുകയാണ് കേട്ടോ. അപ്പം മറ്റന്മാരെ ഈ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് 1 മണിക്കൂർ പൂളിൽ എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഷോണൂട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു നമ്മുടെ യാത്രയെല്ലാം. അപ്പൊ നമ്മള് പോട്ടയുടെ അവിടെ പോവാണ്. നമ്മുടെ പഴയ ആ ചെയ്തു വെച്ച സാധനം എടുക്കണം. ഇവിടുന്ന് നമുക്ക് സൈക്കിൾ റെന്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 100 രൂപ കൊടുക്കണം. 1 മണിക്കൂറിനകം സൈക്കിൾ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ 100 രൂപ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ മറ്റന്മാരെ നമ്മുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു മാംഗോ മെഡോസിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫാമിലിയായിട്ട് വന്ന് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണിക്കാനും ഇൻക്ലൂഡ് ചെയ്യാനും സമയപരിധി മൂലം പറ്റിയില്ല. വീണ്ടും പുതിയ കുറെ കാഴ്ചകളുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭനേഷ് മാത്യു, സൈനിങ് ഓഫ് ഫ്രം കോട്ടയം.